ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി. ഇതെന്ന് പറയുന്നത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെയൊക്കെ കൂട്ടിക്കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു കോംബോ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം എന്തൊക്കെയാണെന്ന്. ഞാനൊരു കുക്കറിലേക്ക് തലേന്ന് തന്നെ കുതിർക്കാനിട്ട ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു പൊട്ടാറ്റോ, കുറച്ച് ബീൻസ്, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുക്കറിനകത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച്, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, കടുകിട്ട് പൊട്ടിക്കാം. ആ ടൈമിൽ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോഴത്തേക്കിന് ഞാൻ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് കടലക്കറിക്ക് വഴറ്റുന്ന പോലെ അത്രയും നന്നായിട്ടൊന്നും വഴലേണ്ട ആവശ്യമില്ല. ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി. അതിന് ശേഷമാണ് നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുന്നത്. മസാല ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി കുക്കറിനകത്തിട്ടിട്ടുണ്ടായിരുന്നു, ഗരം മസാല, കുരുമുളക് പൊടി. മുളക് പൊടി ഞാൻ യൂസ് ചെയ്യുന്നില്ല, പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയുടെ എരിവുണ്ടല്ലോ, ഇത്രയും മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ഞാൻ ആ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നതിന് വരെ ഇളക്കിയതിന് ശേഷമാണ് മസാലാസ് ഇട്ട് കൊടുത്തു. മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ തക്കാളിയുടെ അരച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ക്യൂബ്സായിട്ട് ഇടാം. ഞാൻ കട്ട് ചെയ്ത് ക്യൂബ്സായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ 2 തക്കാളി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയാണെങ്കിൽ അത് മതി. എൻ്റെ കുഞ്ഞു തക്കാളിയാണെങ്കിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒന്ന് വഴഞ്ഞ് പച്ചമണം ഒന്ന് മാറിയെന്ന് കാണുമ്പോൾ ഞാൻ ആ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തക്കാളി ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് വഴലത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അടച്ച് വെക്കണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊന്ന് വെന്ത് അലിഞ്ഞ് കിട്ടും. അങ്ങനെ വെന്തലിഞ്ഞ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് കറി കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ തക്കാളി അങ്ങനെ തന്നെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റ് അത്രയും വരില്ല. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പെരിഞ്ചീരകം ഞാൻ എടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം കൂടി ഇട്ട് രണ്ടും കൂടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ അരപ്പ്. ഇനി ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസും പൊട്ടാറ്റോയും എല്ലാം കൂടി എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ പാനിലേക്ക് ഇനി ഇട്ട് കൊടുക്കണം. അപ്പോൾ പാനിലേക്ക് ഇപ്പോൾ നമ്മുടെ തക്കാളിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പിടുമ്പോൾ പിന്നെ ഈ കറി കുറുകും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഇരുന്നും കറി പിന്നെയും കുറുകും. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം അരപ്പിട്ട് കൊടുക്കുക. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. നല്ലൊരു തിള വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നമ്മൾ പിന്നെ ഇരിക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും അത് കുറുകിയിരിക്കില്ല. ലാസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അത് നന്നായിട്ട് കുറുകിയിരിക്കുന്നുണ്ടാവും. ഇതാണ് എൻ്റെ വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി. എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ഗൈസ്.